ഹായ് ഫ്രണ്ട്സ്, ഇന്നാണെങ്കിൽ നമ്മൾ ഒരു ചിരട്ട കൊണ്ടാണെങ്കിൽ ഒരു റിങ് ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യമാണെങ്കിൽ അത് പൊട്ടിച്ച് നമ്മൾ ഇതുപോലൊരു പീസ് എടുക്കണം, ഒരു ചെറിയൊരു പീസ്. എന്നിട്ട് ഇതുപോലൊരു ആണി എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഹോൾ ഇടണം. ഇച്ചിരി പാടുള്ള കാര്യമാണ് ചിരട്ടയ്ക്ക് ഹോൾ ഇടുന്നത്. പക്ഷേ 2-3 പ്രാവശ്യം എൻ്റെ അത് പൊട്ടിപ്പോയി. എന്നിട്ട് എനിക്ക് പിന്നെ കിട്ടിയതാണ് ഒരെണ്ണമാണ് ഇത്. ഹോൾ ഇട്ടിട്ട് അത് പെതുക്കെയാണെങ്കിൽ അത് തിരിച്ച് അതങ്ങ് വലുതാക്കണം. അതിനു മുമ്പേ നമുക്ക് ഈ ചിരട്ടയുടെ പുറമെല്ലാം നമുക്കങ്ങ് ക്ലീൻ ചെയ്യാം. ഇതുപോലെ ഇത് നല്ലതുപോലെ പുറം വൃത്തിയാക്കണം. അങ്ങനെ നമ്മൾ ഇത് ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലൊരു പൊട്ടിയ കുപ്പിയുടെ ഒരു ഗ്ലാസ് മുറി, അതുകൊണ്ട് നമ്മൾ പെതുക്കെ ഇത് ഹോള് വലുതാക്കണം. അതിനിങ്ങനെ പെതുക്കെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ തിരിച്ച് കൊടുക്കണം. ഇച്ചിരി നമുക്ക് ഇച്ചിരി പാടുള്ള കാര്യമാണ്. ഇങ്ങനെ പെതുക്കെ ഇങ്ങനെ തിരിക്കണം. നമ്മുടെ ഈ വിരലിൻ്റെ ഒരളവിൽ നമുക്ക് ഹോള് വലുതാക്കിയെടുക്കാം. കുറച്ച് സമയം എടുക്കും. നമുക്കിങ്ങനെ ചെയ്ത് കൈ ഒന്നും മുറിയില്ല കേട്ടോ. നമ്മളിതിങ്ങനെ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് വലുതായില്ലേ? എന്നിട്ടും ഇത് കയറാറായിട്ടില്ല. വീണ്ടും അത് സെയിം രീതിയിൽ തന്നെ വലുതാക്കുക. അങ്ങനെ നമ്മുടെ റിങ്ങിൻ്റെ ഹോള് റെഡി ആയിട്ടുണ്ട്. ഇതെൻ്റെ വിരലയിൽ ഇടാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. വേണ്ടവർക്ക് ഇതിലും വലുതാക്കാം. നമുക്കിനി ഈ റിങ്ങിൻ്റെ സൈഡെല്ലാം വൃത്തിയാക്കണം. നമുക്കിത് വല്ല കല്ലിലും മറ്റും കൊണ്ട് ഉരച്ച് അതിനെ ഷേപ്പാക്കി നമുക്ക് എടുക്കാം. നല്ല വൃത്തിയായിട്ട് കല്ലിൽ, അലക്ക് കല്ലിലോ എവിടെയെങ്കിലും പാറയിലോ എവിടെയെങ്കിലും കൊണ്ടിട്ട് 4 വശവും വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ അലക്ക് കല്ലിലാണ് നമ്മളൊന്ന് നനച്ചു കൊടുക്കണം. നമ്മളിതൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്, ഒന്ന് കുതിരാൻ വേണ്ടി. അലക്ക് കല്ലും പിന്നെ നമ്മൾ മോതിരത്തിൻ്റെ ചിരട്ടയും നമ്മൾ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഉരച്ച് അതിനെ ഷേപ്പാക്കി എടുക്കണം. അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ആണെങ്കിൽ നല്ല വെയിലും ഉണ്ട്. ഇങ്ങനെ 4 സൈഡും ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കണം. നമ്മളാണെങ്കിൽ സ്ഥലം ഒന്ന് മാറി കേട്ടോ. അവിടെ ആണെങ്കിൽ ഭയങ്കര വെയിൽ, അത് കാരണം നമ്മൾ വേറെ ഒരു സ്ഥലത്തോട്ട് മാറിയിരിക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് മാറി, കാരണം അവിടെ ഭയങ്കര വെയിൽ, അത് കാരണം നമ്മൾ തണലത്തോട്ട് മാറി.
ഇതാണെങ്കിൽ നമ്മൾ തേച്ച് ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 4 സൈഡും ഒരേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. നോക്കിക്കേ. ഇനി ഇതിനെ വീണ്ടും നമ്മൾ ഷേപ്പാക്കി എടുക്കണം. ഇതാ നമ്മൾ ഇത്രയും നേരം ഉരച്ചെടുത്ത സാധനം. ഇച്ചിരി പണിയുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ റിങ് ഇതേണ്ട ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനിയും ആവാനുണ്ട്, ആയിട്ടില്ല. അങ്ങനെ നമ്മുടെ മോതിരം റെഡി ആയിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ ആക്കിയതിൻ്റെ റിസൾട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം നമ്മുടെ റിങ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിങ്. അപ്പോൾ ശരി, ബൈ.